ഇന്നലെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്നും രാജ്യസഭയിലേക്ക്, ജെ.പി. നദ്ദ ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്കും എത്തും. രത്നവ്യാപാരി ഗോവിന്ദ് ധോലാക്കിയയും ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കും. ബി ബാലഗോപാലുണ്ട്. ബാലു, ആരൊക്കെയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ആകാൻ പോകുന്നത്? വിവരങ്ങൾ. ബി.ജെ.പിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക, രാജ്യസഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാം ഘട്ട പട്ടിക അല്പസമയം മുമ്പാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിലാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പേര് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ജെ.പി. നദ്ദ ഗുജറാത്തിൽ നിന്നാണ് രാജ്യസഭയിലെത്തുക. നിലവിലും രാജ്യസഭാ അംഗമാണ് ജെ.പി. നദ്ദ. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിൽ വിട്ട് ബി.ജെ.പിയിലെത്തിയ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് സ്ഥാനാർത്ഥി ആകുക. അതുപോലെ തന്നെ രത്നവ്യാപാരിയായ ഗോവിന്ദ് ധോലാക്കിയെയും ഈ മത്സരിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട് നേരത്തെ ശിവസേന ഏക്നാഥ് ഷിൻഡെ പക്ഷേ വിഭാഗത്തിലേക്ക് പോയ മിലൻ ദേവറെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ പക്ഷവും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവിനെയും എൽ മുരുകനെയും സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നുമാണ് ഈ മത്സരിക്കുക. എന്നാൽ കേന്ദ്രമന്ത്രിമാരായ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്കും അതുപോലെ തന്നെ പുരുഷോത്തം റുപാലയ്ക്കും ഇത്തവണ സീറ്റ് ബി.ജെ.പി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ശ്രീ വി ബാലഗോപാലാണ് വിവരം നൽകുന്നത്. അശോക് ചവാനും മിലൻ ദേവറയും ഒക്കെ തന്നെ ബി.ജെ.പി ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കനത്ത തിരിച്ചടിയാണ്.